നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. വൈക്കം അഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ 21 മുതൽ 24 വരെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചു. വേണാട് എക്സ്പ്രസ്, പരശുരാം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിസ് ജോർജ് MP റെയിൽവേ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. പത്തനംതിട്ടയിൽ ഇരട്ട സഹോദരിമാരെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 55 വർഷം കഠിന തടവും പിഴയും. കുളനട സ്വദേശി ശിവദാസനെയാണ് പത്തനംതിട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കോട്ടയം മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈപ്പുഴ സ്വദേശി ധനേഷ് മോൻ ഷാജിയെ കാണാതായത് കഴിഞ്ഞ ഞായറാഴ്ച. ചെക്ക് ഡാമിൽ സുഹൃത്തിനൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു ധനേഷ്. ആലപ്പുഴയിൽ വീണ്ടും കുറവാ സംഘത്തിന്റെ കവർച്ച. കോമളപുരത്തെ വീടുകളിലാണ് കുറവാ സംഘം കവർച്ച നടത്തിയത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലായിരുന്നു സംഭവം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മുനമ്പം ഭൂമി വിഷയത്തിൽ തങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണതിനു വേണ്ടി പോരാടുന്ന ജനങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പള്ളിപ്പുറം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെരുവിൽ ഭക്ഷണം പാകം ചെയ്ത് തെരുവിൽ അന്തിയുറങ്ങി പ്രതിഷേധ സമരം നടത്തി. ചെറായി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ രാജേഷ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു. മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി MJ ടോമി, AG സഹദേവൻ, VS സോളിരാജ്, പ്രശീല ബാബു കുഴപ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിരുദ്ധൻ, PB സുധി, ജോബി വർഗീസ്, A ഡഗ്ലസ്, TN ലവൻ, KF വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം മുഖത്തലയിൽ 12.5 ഗ്രാം MDMA-യും ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കരീപ്പള്ളി മുറിയിൽ മോഡേൺ ബംഗ്ലാവിൽ നൌഫലാണ് പിടിയിലായത്. സ്പെഷ്യൽ സ്ക്വാഡിന്റെ പട്രോളിംഗിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ അന്തിക്കാട് ഹൈസ്കൂളിന് മുന്നിലെ റോഡിന് ഒടുവിൽ ശാപമോക്ഷം. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തി പൊതുമരാമത്ത് വകുപ്പ്. നടപടി പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ തൃശൂർ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മതിലകം സെയിന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 76 വിദ്യാലയങ്ങളിൽ നിന്നും 3676 പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ആലപ്പുഴയിൽ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം 2024 സംഘടിപ്പിക്കും. നവംബർ 14 മുതൽ 16 വരെ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുസ്തകോത്സവം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം വളാഞ്ചേരി കുറ്റിപ്പുറം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നിന്ന് സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന പരിശീലനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല മത്സരങ്ങൾക്കായി തൃശൂർ ജില്ലാ ടീമിനെ സജ്ജമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കൊല്ലം ചൂരനാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ തുടർച്ചയായാണ് ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു.